പൂരം കലക്കൽ ആരാണ് നടത്തിയത്? ഇതാ ഒരു പുതിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഇതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി പോലീസാണ് പൂരം കലക്കിയത് എന്നാണ്. അത് BJPയെ സംരക്ഷിക്കാനും BJPയെ ജയിപ്പിക്കാനും വേണ്ടി ഒരു അന്തർനാടകം നടന്നു. അത് RSS മേധാവിയെ, ഒരു പോലീസ് മേധാവിയെ കണ്ടതുമൊക്കെ പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രാഷ്ട്രീയ സംവാദമാണ് ചാനലുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. പൂരം കലക്കിയത് ആര്? കൃത്യമായിട്ടും ആ ആളിനെയും ആ സ്ഥാപനത്തെയും ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G രാജേഷ് തുറന്നു കാണിക്കുന്നു. മറ്റാരുമല്ല, അത് വനം വകുപ്പ് മേധാവിയായിരിക്കുന്ന, അല്ലെങ്കിൽ വനം വകുപ്പിന്റെ പ്രധാന ഉദ്യോഗസ്ഥനായിരിക്കുന്ന നാരായണ രാജു, GP നാരായണ രാജു എന്ന് പറയുന്ന ആളാണ്. ഇയാൾക്ക് ഈ പൂരം അത്ര നടത്തിക്കൊണ്ടുപോകുന്ന അത്ര താല്പര്യമുള്ള ആളല്ല. ഇദ്ദേഹം ആ നാട്ടിലെ ചില NGOകളുടെ സഹകരണത്തോടുകൂടി, NGOകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. പൂരം അങ്ങനെ ഇത്രയും സുഖമായിട്ട് നടന്നുകൊണ്ട് പോകണ്ട, അങ്ങനെ നടന്നു പോകുന്നില്ല, അത്രയ്ക്ക് അവർക്ക് ചില വിഷമങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില NGOകളുണ്ട്. അത് പുറമെ മതേതരത്വമാണ്, പ്രകൃതി സ്നേഹമാണ്, ജീവി സ്നേഹമാണ് എന്നൊക്കെ കാണിക്കുമെങ്കിൽ അവരുടെ ഉള്ളിൽ വേറെ ചില ഐഡിയകളാണുള്ളത്, അജണ്ടകളുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള NGOകളുടെ സഹകരണത്തോടുകൂടി, പിന്തുണയോടുകൂടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ നാഗരാജ നാരായണ ആണ് ഇത് പൊളിക്കുന്നത്. അദ്ദേഹം ഓരോ വർഷവും, ഈ ഒരു വർഷം മാത്രമല്ല, കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അദ്ദേഹം, കഴിഞ്ഞ 8-9 വർഷമായിട്ട് അദ്ദേഹം ഈ പൂരം തകർക്കാൻ വേണ്ടിയുള്ള അപ്പോഴപ്പോൾ പൂരം വരാൻ പോകുമ്പോൾ അയാൾ ചില സർക്കുലറുകൾ, ഔദ്യോഗികമായ വനം വകുപ്പിന്റെ സർക്കുലറുകൾ പുറത്തിറക്കും, ഉത്തരവുകൾ പുറത്തിറക്കും. അത് ഒരിക്കലും വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് പൂരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. പ്രധാനമായിട്ടും അദ്ദേഹത്തെ ഈ പ്രാവശ്യം പോലും ഈ പൂരം കലങ്ങി എന്ന് പറയുന്ന പൂരത്തിന് മുന്നോടിയായിട്ട് പോലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആനകൾ നിൽക്കുന്നതിന് 50 മീറ്റർ അകലെ മാത്രമേ തീവെട്ടി കൊണ്ടുവരാവൂ, അതുപോലെ ആളുകൾ നിൽക്കാവൂ, അതുപോലെ മേളങ്ങൾ നടത്താവൂ, അതുപോലെ പടക്കങ്ങൾ പൊട്ടിക്കാവൂ. ഇങ്ങനെ നിരവധി നിയന്ത്രണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല, ആനകളെ ഈ വനം വകുപ്പ് ഡോക്ടർമാർ തന്നെ ആനകളെ പരിശോധിക്കണം. എന്നിട്ട് ആ വനംവകുപ്പ് ഡോക്ടർമാർ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പരിശോധിച്ചതിൽ അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ മാത്രമേ ആ ആനയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകൂ. ആ ആനയെ മാത്രമേ പൂരത്തിൻ്റെ എഴുന്നള്ളത്തിന് കൊണ്ടുവരാവൂ. അല്ലാത്ത ആനകളെ പൂരത്തിൻ്റെ എഴുന്നള്ളത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നും സർക്കുലർ വന്നു. ഈ സമയത്ത് ഈ ആന ഉടമകൾ കൃത്യമായിട്ടും ഞങ്ങളുടെ ആനകളെ പരിശോധിക്കാൻ വനം വകുപ്പ് ഡോക്ടർമാരുടെ മുന്നിലേക്ക് ഞങ്ങളുടെ ആനകളെ പരിശോധിക്കാൻ കൊടുക്കില്ല എന്നും അവർ പറഞ്ഞു. ആകപ്പാടെ പ്രതിസന്ധിയായി. പൂരം നടത്താൻ കഴിയുമോ എന്ന് വരെ ഞങ്ങൾ ഭയപ്പെടേണ്ടി വന്നു. ആ അവസ്ഥയിൽ പിന്നീട് പലതരത്തിലും ഞങ്ങൾ ഗവൺമെന്റിനും വനം വകുപ്പിനും വനവകുപ്പ് മന്ത്രിയെയും അതുപോലെ അവിടുത്തെ മന്ത്രിയായ രാജനെയും ഒക്കെ പലതരത്തിൽ വളരെ സമ്മർദ്ദപ്പെടുത്തി, വളരെ പാടുപെട്ടതിന് ശേഷമാണ് അവസാനം ചില നിയന്ത്രണങ്ങൾ, ചെറിയ അയവുകൾ വരുത്തിയത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ പൂരം നടത്താൻ കഴിഞ്ഞത്. പക്ഷേ പൂരം പിന്നീട് അലങ്കോലമാവുകയും ചെയ്തു. അപ്പോൾ ഈ പൂരം അലങ്കോലമാകുമ്പോൾ രാജേഷ് പറയുന്നത്, അതായത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാറമേക്കാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്, ഇപ്പോൾ പോലീസിനെതിരായിട്ട് ആരോപണങ്ങൾ നടക്കുമ്പോൾ പോലീസാണ് RSSകാരനെ കണ്ട്, RSSകാരൻ പോലീസും മുഖ്യമന്ത്രിയും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ, ഇതൊന്നും അറിയാതെ, ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാരും, പ്രധാനമായിട്ടും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനും. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് വരുമ്പോൾ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കാര്യമില്ല. കാരണം ഇദ്ദേഹത്തിന്, ഈ പറയുന്ന ഉദ്യോഗസ്ഥന് സ്വന്തമായിട്ട് ലോ കോളേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് പലരും ഇപ്പോഴും ജഡ്ജിമാരായിട്ട് പല കോടതികളിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ആരെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ പോലും, റിട്ടയർഡ് ആയ ആൾക്കാരെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ പോലും അതിൽ നീതി കിട്ടില്ല. കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ടും ഈ പൂരം കലക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ടും വരില്ല. അതുകൊണ്ട് ഈ ജുഡീഷ്യൽ അന്വേഷണം പോരാ, പകരം CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് G രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് കാര്യവും. ഇതാ പൂരം കലക്കൽ ഒരു പുതിയ ട്വിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു.